തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച ദളിത് യുവതിയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ച കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് തുടങ്ങും. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. ഉദ്യോഗസ്ഥർ ഇന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തി ഫയലുകൾ ഏറ്റുവാങ്ങും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കുന്നത്. ബിന്ദു നൽകിയ പരാതി കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഒരു സ്വതന്ത്ര ഏജൻസി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഇന്ന് കൈവരിക്കുന്നത്. ആ അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തി ഫയലുകളും ഒപ്പം മറ്റു ബിന്ദുവിന്റെ പരാതി, അതുകൂടാതെ CCTV ദൃശ്യങ്ങൾ ഇവയെല്ലാം തന്നെ പരിശോധിച്ചു തുടങ്ങും. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KA വിദ്യാധരനാണ് അന്വേഷണ ചുമതല. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഈ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉള്ളവരാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിലുമുള്ളത്. ഇവർ മൊഴി രേഖപ്പെടുത്തുന്നതിനും അന്വേഷണത്തിനുമായി തിരുവനന്തപുരത്ത് തന്നെ ക്യാമ്പ് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം എന്നുള്ള ആവശ്യമാണ് അവരോട് നിർദ്ദേശമായി മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഒപ്പം അന്വേഷണ പുരോഗതി ഓരോ ആഴ്ചയും മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കണം എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന് സംസ്ഥാന സർക്കാരും നൽകിയിട്ടുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തോട് വലിയ അതൃപ്തിയാണ് ബിന്ദുവും ഒപ്പം തന്നെ ദളിത് സംഘടനകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും കാര്യമായ തരത്തിൽ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ദളിത് പീഡനമുണ്ടായിട്ട് അത്തരത്തിലുള്ള ഒരു കേസോ ചാർജ് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ പരാതിക്കാരി എന്ന് പറയുന്ന ഓമനയ്ക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സംഭവങ്ങൾ അന്വേഷിക്കാൻ അവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവർ പരാതി നൽകാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. ഇങ്ങനെയുള്ള നിരവധിയായ പരാതികൾ ദളിത് സംഘടനകളും ഒപ്പം ബിന്ദുവും ഉയർത്തിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം കൈമാറിയത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംഘം എത്തിച്ചേർന്ന് നടപടികളിലേക്ക് കടക്കും എന്നുള്ള വിവരം